നമസ്കാരം. സമയം മലയാളം ഹെൽത്ത് ടോക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ തിരക്കേറിയ ജീവിത സാഹചര്യത്തിൽ ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധ കുറവ് വരുത്തുന്നവരാണ് പലരും. പ്രത്യേകിച്ചും രാവിലെയുള്ള ഭക്ഷണ കാര്യത്തിൽ പലരും പ്രഭാത ഭക്ഷണം ഉപേക്ഷിക്കും. ചിലർ ബ്രെഡ് പോലെയുള്ള ഭക്ഷണങ്ങളിലേക്ക് തിരിയും. പലരും വെളുത്ത ബ്രെഡ് അഥവാ വൈറ്റ് ബ്രെഡ് ഉപയോഗിക്കുന്നവരുണ്ട്. ചിലർ രാവിലെ പ്രഭാത ഭക്ഷണത്തിൽ ബ്രെഡും പീനട്ട് ബട്ടറും കഴിക്കും, അല്ലെങ്കിൽ സാൻഡ്വിച്ച് പോലെയുള്ളവ ഉണ്ടാക്കി കഴിക്കും. ഇതിന്റെ പ്രധാന കാരണം സ്വാദും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കടകളിലും മറ്റും ഇത് വെച്ചിട്ടുള്ള സാൻഡ്വിച്ച് പോലുള്ള ഭക്ഷണങ്ങൾക്കും ആരാധകർ ഏറെയാണ്. എന്നാൽ ഇത് വരുത്തുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ചെറുതല്ല. മൈദ കൊണ്ടാണ് ഈ വെളുത്ത ബ്രെഡ് ഉണ്ടാക്കുന്നത്. ഈ മൈദ തന്നെയാണ് ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും. വെളുത്ത ബ്രെഡ് കഴിക്കുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വൈറ്റ് ബ്രെഡിലെ സംസ്കരിച്ച മാവ് ശരീരത്തിൽ വളരെ വേഗത്തിൽ ഗ്ലൂക്കോസ് ആയി മാറുന്നു. ഇതിൽ നാരുകൾ അടങ്ങിയിട്ടില്ലാത്തതിനാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് ഉയരുന്നു. ഈ വർധനവ് ഒരുതരം ഊർജം നൽകുമെങ്കിലും ഇൻസുലിൻ വേഗത്തിൽ പ്രവർത്തിച്ച് പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതിനാൽ ഊർജം പെട്ടെന്ന് നഷ്ടപ്പെടും. ഈ അവസ്ഥ ക്ഷീണത്തിനും ശ്രദ്ധക്കുറവിനും കാരണമാകും. പതിവായി സംസ്കരിച്ച ധാന്യങ്ങളും ഉയർന്ന ഗ്ലൈസീമിക് സൂചിയുള്ള ഭക്ഷണങ്ങളും കഴിക്കുന്നത് കാലക്രമേണയുള്ള ടൈപ്പ് 2 പ്രമേഹം വരാനുള്ള സാധ്യത ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു. വൈറ്റ് ബ്രെഡിൽ നാരുകൾ തീരെ അടങ്ങിയിട്ടില്ലാത്തതിനാൽ ഇത് ദഹന വ്യവസ്ഥയിലൂടെ വേഗത്തിൽ കടന്നു പോകുന്നു. പെട്ടെന്ന് ദഹിക്കും. നാരുകൾ ഇല്ലാത്തത് തന്നെയാണ് കാരണം. ഇതിനാൽ വിശപ്പ് വീണ്ടും വർദ്ധിക്കും. പ്രഭാത ഭക്ഷണം കഴിച്ച് 1-2 മണിക്കൂറിനുള്ളിൽ വീണ്ടും വിശപ്പ് അനുഭവപ്പെടാം. ഇത് പലപ്പോഴും രാവിലെ ലഘുഭക്ഷണങ്ങൾ കഴിക്കാനും അനാവശ്യ ഭക്ഷണം കഴിക്കാനും കാരണമാകുന്നു. ശരീരഭാരം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇത് ദോഷം വരുത്തും. വെളുത്ത റൊട്ടി സ്ഥിരമായി കഴിക്കുന്നത് ശരീരഭാരം വർദ്ധിപ്പിക്കാനും പ്രത്യേകിച്ച് വയറിലെ കൊഴുപ്പ് കൂട്ടാനും ഇടയാക്കും. വൈറ്റ് ബ്രെഡ് പെട്ടെന്ന് ഊർജം നൽകുമെങ്കിലും ഈ ഊർജം ഉടനടി ഉപയോഗിച്ചില്ലെങ്കിൽ ശരീരം കൊഴുപ്പായി സംഭരിക്കുന്നു. സംസ്കരിച്ച കാർബോഹൈഡ്രേറ്റുകൾ വളരെ വേഗത്തിൽ ദഹിക്കുന്നതിനാൽ രക്തത്തിലെ പഞ്ചസാരയുടെയും ഇൻസുലിന്റെയും അളവ് വർദ്ധിപ്പിക്കുന്നു. ഇത് മെറ്റബോളിക് ഡിസീസിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. വ്യായാമം ചെയ്യാത്തവർക്ക് ഇത് കൂടുതൽ ദോഷകരമാണ്. വെളുത്ത ബ്രെഡിൽ നാരുകൾ ഇല്ലാത്തത് ദഹന സംബന്ധമായ അസ്വസ്ഥതകൾക്ക് കാരണമാകും. ഗോതമ്പ് സംസ്കരിക്കുമ്പോൾ നാരുകൾ അടങ്ങിയ തവിടും നീക്കം ചെയ്യപ്പെടുന്നു. നാരുകൾ ഇല്ലാത്തതിനാൽ ഇത് ചിലപ്പോൾ മലബന്ധം, വീക്കം അല്ലെങ്കിൽ ദഹനക്കുറവ് എന്നിവയ്ക്ക് കാരണമാകും. വൈറ്റ് ബ്രെഡ് കഴിക്കുന്നവരിൽ ഒപ്പം പഴങ്ങളും പച്ചക്കറികളും എല്ലാം കഴിക്കാൻ ശ്രമിക്കേണ്ടുന്നതാണ്. ഇത് ഒരു പരിധിവരെ ദോഷമകറ്റാൻ സഹായിക്കും. ഇത് കഴിക്കുന്നവർ ജലാംശം നിലനിർത്താൻ ധാരാളം വെള്ളം കുടിക്കാൻ മറക്കരുത്. സംസ്കരിച്ച കാർബോഹൈഡ്രേറ്റുകൾ പതിവായി കഴിക്കുന്നത് ശരീരഭാരത്തെയും വിശപ്പിനെയും മാത്രമല്ല ആരോഗ്യത്തെയും ബാധിക്കും. സംസ്കരിച്ച മാവ് ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് വർദ്ധിപ്പിക്കാനും ട്രൈഗ്ലിസറൈഡുകൾ ഉയർത്താനും വീക്കം വർദ്ധിപ്പിക്കാനും കാരണമാകും. ഹൃദ്രോഗം, മെറ്റബോളിക് സിൻഡ്രോം, മറ്റ് വീക്കം അടിസ്ഥാനമാക്കിയുള്ള രോഗങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രകൃതിദത്തമായ നാരുകളും ആന്റി ഓക്സിഡന്റുകളും നിലനിർത്തുന്ന മുഴുവൻ ധാന്യം കൊണ്ടുണ്ടാക്കുന്ന ഹോൾ ഗ്രെയിൻ ബ്രെഡ് തിരഞ്ഞെടുക്കുന്നത് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും വീക്കം കുറയ്ക്കാനും സഹായിക്കുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ബ്രെഡ് പ്രാതലായോ അല്ലാതെയോ തിരഞ്ഞെടുക്കുമ്പോൾ ഇത്തരം ബ്രെഡുകൾ തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ്. ഒപ്പം മുകളിൽ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.